ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. ചായയുടെ കൂടെ ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു ക്യാരറ്റുമാണ്. അത് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒരു ഗോതമ്പ് പൊടിയിൽ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തി മാവിൻ്റെ പോലെ അത്ര തിക്കായിട്ടല്ല വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു മാവായിട്ടാണ് വേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകമാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കയ്യിൽ അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഓരോ ബോൾസായിട്ട് ഒന്ന് എടുത്തിട്ട് പാനിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ അല്പം ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല പോലെ തിന്നായിട്ട് പരത്തിയെടുക്കണ്ട, കുറച്ച് കട്ടിയിൽ വേണം അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് അവിടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കും. അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എന്താണ് കറി എന്ന് ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കറി ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അപ്പം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങയും ചേർക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള അപ്പം നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണിത്. ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ അപ്പവും നമുക്കിതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ അപ്പവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് റെഡിയാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്